ചില കറികളുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ മണം അടിച്ചാൽ തന്നെ വയറ് നിറയുന്നു. അത്തരത്തിലുള്ള ഒരു കറിയാണ് ഇന്നത്തേത്. അതിനായി ഒരു പാനിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് ഇളക്കി മൂപ്പിച്ച് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 8 ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി എണ്ണയിലിട്ട് നന്നായി ഇളക്കി വഴറ്റി ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വഴറ്റി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ച് 5 വെണ്ടയ്ക്കായും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റി മൂടി വെച്ചൊരു 5 മിനിറ്റ് വെണ്ടയ്ക്ക വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന ഒരു തക്കാളിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി ആദ്യം വറുത്തരച്ച് വെച്ച തേങ്ങാ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഇനി ചെറിയ ഒരു വാളംപുളി കുതിർത്ത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് 1/4 ഗ്ലാസ് സാദാ വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ചൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ച് ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ചെറു തീയിൽ ഒരു 5 മിനിറ്റോടെ തിളപ്പിച്ച് ചാറൊക്കെ ഇതുപോലെ നല്ല കുറുകി വരുന്ന പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ 1 ടീസ്പൂൺ കടുക്, ചെറുതായി അരിഞ്ഞ 5-6 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക് 2ആയി മുറിച്ചത് ഇതെല്ലാം എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ വറുത്തരച്ച വെണ്ടയ്ക്ക തക്കാളി കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.